അപ്പോൾ ഈ ഫുട്ബോൾ 2027 അപ്ഡേറ്റിന് ശേഷം കുറേ പേർക്ക് ഗെയിം മര്യാദയ്ക്ക് കളിക്കാൻ പറ്റില്ല. അതായത് ബാക്ക് ഔട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കുറേ പേർക്ക് ഫോർമേഷൻ സെറ്റ് ആവുള്ള, പിന്നെ ഡിവിഷൻ മാച്ചസിൽ കുറേ അധികം ലോസ് ഒക്കെ കിട്ടുള്ളൂ ഈ ഫേസ്. അപ്പം അതൊക്കെ എന്താണ് കാരണം? നിങ്ങൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കും പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പുതിയ ഗെയിമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എന്തായാലും മര്യാദ കളിക്കാനും പറ്റില്ല. കുറേ അധികം ലോസും കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ മാക്സിമം അവസാനം വരെ കാണാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്തായാലും കുറച്ചൊക്കെ നിങ്ങളുടെ ഗെയിമിലും ഗെയിം പ്ലേയിലൊക്കെ എന്തായാലും നല്ല ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങളൊക്കെ ഈ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ഫസ്റ്റത്തെ കാര്യം എന്നാൽ വേറെ ഒന്നുമില്ല. നിങ്ങൾ സ്കോഡ് നോക്കുക. സ്കോഡ് നോക്കിയിട്ട് കൊണാമി പുതിയതായിട്ട് ഗെയിമിൽ കൊണ്ടുവന്നേക്കുന്ന സംഭവം നമ്മുടെ 2 പ്ലേയിങ് സ്റ്റൈൽ. അത് നിങ്ങൾ മര്യാദയ്ക്ക് യൂസ് ആക്കിയില്ലെങ്കിൽ എന്തായാലും നിങ്ങളുടെ ബാക്കും മുട്ടും നിങ്ങൾക്ക് മര്യാദയ്ക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു പരിപാടി നടക്കൂല. ഒപ്പോണ്ടൊക്കെ ഈസി ആയിട്ട് വന്ന് നിങ്ങളുടെ ബാക്കൊക്കെ പൊട്ടിച്ച് ഈസി ആയിട്ട് ഗോളൊക്കെ അടിച്ചിട്ട് പോകും. ഓക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെ സെറ്റാക്കി നിങ്ങളുടെ ഡിഫൻസിൽ എങ്ങനെ പക്കയായിട്ട് സെറ്റാക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എൻ്റെ സ്കോഡ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ സ്കോഡിൽ ഒരു CB ബിൽഡപ്പിനെ കാണാൻ ബോണിച്ചയുടെ കാർഡ്. ഈ ബോണിച്ചയുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ബിൽഡപ്പ് പ്ലേയിങ് സ്റ്റൈലും ഒപ്പോണ്ട് ഡിഫൻസ് ചെയ്യുമ്പോൾ ബേസിക് ആണ് കിടക്കുന്നത്. അങ്ങനെ ബേസിക് കിടക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവന്മാർക്ക് പ്ലേയിങ് സ്റ്റൈൽ ഇല്ല. ബേസിക് എന്ന് പറഞ്ഞാൽ അവന്മാർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും, നമ്മളായിട്ട് ഡിഫെൻഡ് ചെയ്യണം. അതല്ലാണ്ട് അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ ബോണിച്ച് കറക്റ്റ് ആയിട്ട് ബിൽഡപ്പ് പ്ലേയിങ് സ്റ്റൈൽ എങ്ങനെയാണ് കളിക്കുന്നത് അതുപോലെ കളിക്കും. അപ്പോൾ ബേസിക് കിടക്കുന്നത് കൊണ്ട് ഞാൻ ഡിഫെൻഡ് ചെയ്യൂല എന്നല്ല പറയുന്നത്. എന്തായാലും ഡിഫെൻഡ് ചെയ്യും. പക്ഷെ മുമ്പ് നമ്മൾ നേരത്തെ കളിച്ചോല്ലോ, അപ്ഡേഷൻ മുന്നേ കളിച്ചോല്ലോ, അത്രയ്ക്ക് OP പെർഫോമൻസ് ഒന്നും ഈ പേഡ് കാർഡിനൊന്നും അധികം കിട്ടാൻ വഴിയില്ല. ഓക്കെ, പക്ഷെ കൊണാമി എല്ലാ കാർഡ്സിനും ഇതുപോലെ കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാലും ബോക്സ് ടു ബോക്സ്, ആങ്കർമാൻ, ഡിസ്റ്റോർ ഈ 3 പ്ലേയിങ്സുള്ള പ്ലേയേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇതുപോലെ ബേസിക് എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ ഇങ്ങനെ യൂസ് ആക്കണ്ടോ, ഒരു ബിൽഡപ്പും ഒരു ഡിഫൻസീവ് ഫുൾ ബാക്കും യൂസ് ആക്കണ്ടോ. ഞാൻ അപ്ഡേഷൻ മുന്നേ വരെ ഞാൻ ഇങ്ങനെയാണ് യൂസ് ആക്കിക്കൊണ്ടിരുന്നത്. അപ്ഡേഷന് ശേഷം ടോണി ആദംസിന്റെ ഡിസ്റ്റോർ കാർഡും ബോണിച്ചയുടെ ബിൽഡപ്പ് കാർഡാണ് യൂസ് ആക്കുന്നത്. അപ്ഡേഷന് മുന്നേ നമ്മൾ മാൽദീനയുടെ കാർഡായിരുന്നു CBയിൽ യൂസ് ആക്കിക്കൊണ്ടിരുന്നത്. അപ്ഡേഷൻ കഴിഞ്ഞപ്പോൾ 2 പ്ലേയിങ്സിൽ കൊണ്ടുവന്നപ്പോൾ മാൽദീനി ഒപ്പോണ്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ മാൽദീനി ബേസിക് പ്ലേയിങ്സിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ മാറ്റിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ പ്ലേയേഴ്സിനെ പ്ലേയിങ്സിലൊക്കെ നോക്കിയിട്ട് സ്കോഡ് സെറ്റ് ആക്കണേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട വേറെ കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, പുതിയ കാർഡ് വരുമ്പോൾ പുതിയ കാർഡ് സൈൻ ആക്കിയാൽ മാത്രമാണ് നമുക്ക് മര്യാദയ്ക്ക് നമ്മുടെ ഈ ഫുട്ബോൾ 2027 സ്കോഡ് സെറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ ഫുട്ബോൾ 2026 കാർഡ്സ് മൊത്തം കൊണാമി ഇതുപോലെ നെർഫും പരിപാടിയൊക്കെ ആക്കാൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ, പുതിയ കാർഡ് വരുമ്പോൾ പുതിയ കാർഡ് പവർ കൂട്ടുക, പുതിയ കാർഡ് നല്ല പ്ലേയിങ് സ്റ്റൈൽ കൊടുക്കുക, അങ്ങനത്തെ പരിപാടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടാലാണ് കൊണാമിക്ക് ലാഭം പരിപാടി ഉണ്ടാവുള്ളൂ, ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുള്ളൂ. നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും ഇതുപോലെ ആക്കണ്ടായിരുന്നു, കുറച്ചൊക്കെ ഒന്ന് പരിപാടി കുറയ്ക്കാറുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പുതിയ കാർഡൊന്നും സൈൻ ആക്കാൻ പറ്റില്ല. എനിക്കും പറ്റൂല പുതിയ കാർഡൊന്നും അത്രയ്ക്കും സൈൻ ആകാൻ. അത്ര കോയിനും ഇല്ല, അത്ര നമ്മുടെ ക്യാഷും ഇല്ല. ഗെയിമിനോട് പൈസ പൊട്ടിക്കുന്നത് നല്ല പരിപാടിയല്ല. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആയിട്ട് സെലക്ഷൻ കോൺട്രാക്ട് നമ്മുടെ ബാഴ്സലോണയുടെ പാക്ക്, ആ പാക്കിന് ക്യുണ്ടയുടെ കാർഡ് എക്സാമ്പിൾ ആയിട്ട് പറയണം. ക്യുണ്ടയുടെ പാക്ക് സൈൻ ആക്കുകയാണെങ്കിൽ, ക്യുണ്ടയുടെ കാർഡൊക്കെ സൈൻ ആക്കുകയാണെങ്കിൽ നൈസൊരു കാർഡാണ്, നൈസൊരു ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ്. അതിലെ ക്യുണ്ടയുടെ കാർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്ലേയിങ്സിനെ നോക്കുകയാണെങ്കിൽ ഒപ്പോണ്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഹൈ ലൈൻ മാസ്റ്ററും ഒപ്പോണ്ട് ഡിഫെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിഫൻസീവ് ഫുൾ ബാക്ക് ആയിട്ട് കുണ്ടയുടെ കാർഡ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. നിങ്ങൾക്ക് ഒരു ബാക്കിൽ ഒരു പാളിച്ച ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ബാക്കൊക്കെ പൊട്ടുണ്ടെങ്കിൽ ഈ കാർഡ് എന്തായാലും സൈൻ ആക്കിയിട്ട് നിങ്ങളുടെ സ്കോഡിലേക്ക് ഇടാൻ നോക്കുക. ഞാൻ എന്തായാലും സൈൻ ആക്കി സ്കോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ CB വേണമെങ്കിൽ കളിപ്പിക്കാം, CB ആയിട്ട് കളിപ്പിക്കാം. അപ്പോൾ എന്നാലും പക്കയായിട്ട് നിങ്ങളുടെ ബാക്ക് പൊട്ടുണ്ടെങ്കിൽ മാത്രം എന്തായാലും എല്ലാവരും പൊട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് പറയാണ് F2P യൂസറാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കാർഡ് എന്തായാലും സൈൻ ആക്കി വയ്ക്കാം. ഒരു നഷ്ടമില്ല, സെലക്ഷൻ കോൺട്രാക്ട് ആയിട്ട് ഫ്രീ കൊണാമി തരാം. എന്താണ് അപ്പോൾ എന്തായാലും സൈൻ ആക്കി വയ്ക്കാം. അപ്പോൾ അതുപോലത്തെ പുതിയ കാർഡ് സൈൻ ആക്കാൻ നോക്കുക. ഇപ്പോൾ ഫ്രീ ഒബമിയാങ് ആണെങ്കിലും നൈസായിട്ട് പ്ലേയിങ് സൈഡ് നോക്കുകയാണെങ്കിൽ ഗോൾ പോച്ചർ പ്ലസ് ഹൈലൈൻ മാസ്റ്റർ ആണ്. അതായത് ഒബമിയാങ്ങിന്റെ കയ്യിൽ നിന്ന് പന്ത് പോയാലും ഒബമിയാങ് നല്ല പ്രഷർ ചെയ്യും. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒബമിയാങ്ങും എറ്റോടെ കാർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം എറ്റോടെ 7 ആയില്ലത് നമ്മുടെ ഒബമിയാങ്ങിന്റെ കാർഡ് എത്തത്തില്ല. പക്ഷെ എന്നാലും ഒബമിയാങ്ങിന്റെ പുതിയ കാർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗോൾ പോച്ചർ പ്ലസ് ഹൈലൈൻ മാസ്റ്റർ ആണ്. എറ്റോടെ കാർഡ് നോക്കുകയാണെങ്കിൽ ഗോൾ പോച്ചറും ബേസിക് ആണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ അത് തന്നെ ഡിഫറൻസ് ആണ്. അത് തന്നെ മതി നമ്മുടെ ഗെയിമിലോട്ട് ഒബമിയാങ്ങിന് ഡിഫറൻസ് വരാം. എറ്റോടെ കാർഡ് കുറച്ച് പവർ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ള കാര്യം. പുതിയ കാർഡൊക്കെ കൊണാമി സൈൻ ആക്കാൻ വേണ്ടി പഴയ കാർഡൊക്കെ പവർ കുറച്ചുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പുതിയ കാർഡ് സൈൻ ആക്കുക, നിങ്ങളുടെ സ്കോഡിലേക്ക് ഇടുക. അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് നിങ്ങളുടെ സ്കോഡ് സെറ്റ് ആക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഈ ഫുട്ബോൾ 2027 കളിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ക്യാഷും കോയിനൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം കോയിനൊക്കെ സേവ് ആക്കി പുതിയ കാർഡ് സൈൻ ആക്കാൻ നോക്കാം. അതല്ല ക്യാഷൊക്കെ പക്ക പേ ടു വിൻ പ്ലെയർ ആണെങ്കിൽ പുതിയ കാർഡ് സൈൻ ആക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. F2P യൂസർ ആണെങ്കിൽ കോയിനൊക്കെ കൂട്ടി വെച്ച് നല്ല കാർഡ് വരുമ്പോൾ സൈൻ ആക്കാൻ നോക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മുടെ ഫ്ലൂയിഡ് ഫോർമേഷൻ. ഫ്ലൂയിഡ് ഫോർമേഷൻ ഒക്കെ നല്ല കാര്യമാണ്. പക്ഷെ മര്യാദയ്ക്ക് യൂസ് ആക്കി നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫ്രണ്ട്ലി കളിക്കുമ്പോഴായാലും ഡിവിഷൻ മാച്ചിൽ ഒപ്പോണ്ട് വരുമ്പോഴായാലും ചില ഒപ്പോണ്ടൊക്കെ ഇടണം കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ഇടുന്നത്. അതായത് അവന്മാർക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ പക്ക നോർമൽ ഫോർമേഷൻ, ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ എല്ലാ പ്ലേയേഴ്സും ബാക്കിലോട്ട് ഇറക്കി ഒരു പ്ലെയർ മാത്രം CF ആയിട്ട് അവിടെ
നിർത്തി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇടുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാനും പറ്റില്ല, ഡിഫെൻഡ് ചെയ്യാനും മര്യാദയ്ക്ക് പറ്റില്ല. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, വേറെ ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ മെസ്സിനൊക്കെ പിടിച്ച് CMF ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ മെസ്സി പിടിയുന്നു. ഇപ്പോൾ നിങ്ങളെ കയ്യിൽ നിന്ന് പന്ത് പോയി ഞാനിപ്പോൾ അറ്റാക്ക് ചെയ്യണം, അപ്പോൾ നിങ്ങൾക്ക് മെസ്സി ബാക്കിലോട്ട് പിടിയുന്ന ഇറങ്ങി വരും. അപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പന്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മെസ്സി ആണെങ്കിൽ CMF എടുക്കണം, ഫ്രണ്ടിലാണെങ്കിൽ പ്ലെയറും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് പാസിംഗ് ഓപ്ഷൻ ഭയങ്കര കുറവായിരിക്കും, പ്ലേയേഴ്സിൻ്റെ സ്റ്റാമിന പിടിയുന്ന ഇറങ്ങുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഫ്ലൂയിഡ് ഫോർമേഷൻ യൂസ് ആക്കേണ്ട എന്നല്ല പറയുന്നത്, യൂസ് ആക്കുമ്പോൾ പക്കയായിട്ട് ഒരു ചെറിയൊരു മാറ്റമൊക്കെ വരുത്താം, അത് വിഷയമില്ല. അതല്ലാണ്ട് ഇതുപോലെ ഓവറായിട്ട് പ്ലേയേഴ്സിന് ബാക്കിലോട്ട് നിന്ന് വലിച്ച് നിർത്തരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാറ്റണമെങ്കിൽ ചെറിയ മാറ്റം വരുത്താം. അത് എക്സാമ്പിളായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ പ്ലെയർ SS ഇടാം, ഡിഫെൻഡ് ചെയ്യുമ്പോൾ പ്ലെയർ AMF ഇടാം, അതുപോലൊക്കെ മാറ്റും. അതല്ലാണ്ട് ഇതുപോലെ എല്ലാ പ്ലേയേഴ്സിനും പിടിച്ച് ബാക്കിലോട്ട് ഇടരുത്. അങ്ങനെ ഇടുമ്പോൾ പ്ലേയേഴ്സിനെ പിടിക്കുന്ന സ്റ്റാമിന ഇറങ്ങും, നിങ്ങൾക്ക് മര്യാദയ്ക്ക് പാസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല, മര്യാദയ്ക്ക് കളിക്കാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഫ്ലൂയിഡ് ഫോർമേഷൻ യൂസ് ആക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് യൂസ് ആക്കി നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ശരിയാക്കണം. അതല്ല എല്ലാ പ്ലേയേഴ്സിനും പിടിച്ച് ബാക്കിലോട്ട് ഇടരുത്. ഓക്കെ, ചെറിയ മാറ്റമൊക്കെ വരുത്താൻ നോക്കുക ഫ്ലൂയിഡ് ഫോർമേഷൻ യൂസ് ആക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. അപ്പോൾ പുതിയ ഗെയിമാണ്, പുതിയ പ്ലേയിങ് സ്റ്റൈലാണ്, പുതിയ സംഭവമൊക്കെയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറിയെങ്കിൽ, നമ്മുടെ പ്ലേയിങ് സ്റ്റൈൽ ഒന്ന് മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ഒരു എല്ലാ കളിയും ലോസൊക്കെ അടിക്കാൻ നല്ല ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കളിക്കാൻ നോക്കാം. അതല്ലാണ്ട് കൊണാമിനെയും കുറ്റം പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് കളിക്കാൻ പറ്റില്ല. പുതിയ അപ്ഡേഷൻ മോശം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ അപ്ഡേഷനും ഇതുപോലെ തന്നെയാണ്. എല്ലാ അപ്ഡേഷനും ഒരാഴ്ച ഒരു മാസം ആർക്കും ഇഷ്ടപ്പെടില്ല. നമ്മൾ കളിച്ച് ഇങ്ങനെ കളിച്ച് നമ്മൾ സെറ്റായി വരത്തുള്ളൂ. അതല്ലാണ്ട് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഇപ്പോൾ ഒക്കെ എല്ലാം മനസ്സിലാക്കി സെറ്റാക്കി വരുന്നുള്ളൂ. പിന്നെ പക്ഷേ കൊണാമി പഴയ കാഴ്ചയിൽ നിന്ന് പവർ കുറയ്ക്കണ്ടായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എല്ലാവരും നല്ല ഇടയ്ക്ക് F2 പ്ലെയറാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത്. കാരണം ഇടയ്ക്കൊക്കെയാണ് നല്ല പേഡ് കാർഡ് കിട്ടത്തുള്ളൂ. ആ പേഡ് കാർഡാണ് ഇപ്പോൾ ഉപയോഗിക്കാനും പറ്റാത്ത അവസ്ഥ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒന്നും കൊണ്ടുവരാതിരുന്നാൽ മതിയായിരുന്നു ഇനി അങ്ങോട്ട്. ഓക്കെ, പുതിയ കാർഡ് വരും, മാക്സിമം എല്ലാവർക്കും ഫ്രീ ട്രയലും 100 കോയിലൊക്കെ പേഡ് കാർഡൊക്കെ കിട്ടട്ടെ, എനിക്കും കിട്ടട്ടെ. അങ്ങനെ കിട്ടിയാലാണ് F2 പ്ലേയേഴ്സിനൊക്കെ മാക്സിമം സ്കോഡൊക്കെ സെറ്റാക്കി വരത്തുള്ളൂ. അല്ലെങ്കിൽ പേ ടു വിൻകാർ അങ്ങ് എല്ലാ ഈ ഫുട്ബോൾ 2027 ഗെയിമൊക്കെ അങ്ങനെ കൊണ്ടുപോകാം. എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത് കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും പരിഗണിക്കണമെങ്കിൽ കമൻറ്റ്. ഓക്കെ, അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ.